ദിലീപ് കേസ് വിധി വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മോഹൻലാൽ ദിലീപ് കൂട്ടുകെട്ടിൽ ഇറങ്ങിയ ചിത്രമാണ് ബബ്ബബ്ബ. ആ ചിത്രത്തെ പ്രതികൂലമായിട്ടും അനുകൂലമായിട്ടും നേരെ അഭിപ്രായങ്ങൾ മുന്നിട്ട് നിൽക്കെ നമ്മളിപ്പോൾ നിൽക്കുന്നത് അഭിലാഷ് തിയേറ്ററിന് മുൻപിലാണ്, കോട്ടയം അഭിലാഷ് തിയേറ്റർ. നമുക്ക് നേരിട്ട് തന്നെ അവരോടായിട്ട് റിവ്യൂ ചോദിച്ചറിയാവുന്നതാണ് സിനിമയെ പറ്റിയുള്ള കാര്യങ്ങൾ. അത് നമുക്ക് തുടങ്ങാം. നല്ല പടമാണ്, വാച്ചബിൾ, വൺ ടൈം വാച്ച്. എങ്ങനെയുണ്ടായിരുന്ന സിനിമ? ഇഷ്ടപ്പെട്ടായിരുന്നോ? ആ സിനിമയുടെ അഭിപ്രായം എന്ന് പറയാം. നല്ല പടം. എങ്ങനെയുണ്ടായിരുന്ന സിനിമ? ഇഷ്ടപ്പെട്ടോ? സിനിമയുടെ അഭിപ്രായം എങ്ങനെയുണ്ടായിരുന്നു? കഥയൊക്കെ എങ്ങനെയുണ്ടായിരുന്ന സിനിമ? നല്ല സിനിമയായിരുന്നു. അത്യാവശ്യം ഒരു വെറൈറ്റി സിനിമയായിട്ട് തന്നെ എനിക്ക് തോന്നിയത്. അത്യാവശ്യം കോമഡിയും എല്ലാം ഉണ്ടായിരുന്നു. ദിലീപിനെ പറ്റിയുള്ള അഭിപ്രായം എന്തായിരുന്നു? ഈ സിനിമയിൽ എങ്ങനെയുണ്ടായിരുന്നു ദിലീപിന്റെ? നല്ല അഭിനയമായിരുന്നു, പഴയ പോലെ തന്നെയായിരുന്നു. കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിരുന്നു. മോഹൻലാൽ ദിലീപ് കൂട്ടുകെട്ടിൽ ഇറങ്ങിയ ചിത്രമാണ്. എങ്ങനെ അതിനോട് ആ ഒരു ടീം? നല്ലൊരു ടീമായിട്ട് തന്നെയാണ് തോന്നിയത്. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? അടിപൊളിയാണ്. എങ്ങനെയുണ്ടായിരുന്നു മോഹൻലാൽ ദിലീപിന്റെ ആ ഒരു കോംബോ? നല്ലതായിരുന്നു. ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ടായിരുന്നു മോഹൻലാൽ ദിലീപ് ഒരു കോംബോ? ദിലീപിന്റെ ഒരു കംബാക്ക് ആയിട്ട് കരുതുന്നുണ്ടോ? രാമലീലയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? നല്ല പടം, സൂപ്പർ പടം. അഭിപ്രായം പറയാം സിനിമയെ പറ്റിയിട്ടുള്ള അഭിപ്രായം. ഇതിപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ഇത് ലോജിക്കായിട്ട് കാണേണ്ട ആവശ്യമില്ല, മാഡ്നസ് ആയിട്ട് ഒന്ന് കണ്ടാൽ മതി, ഇത്ര മതി. നല്ല പടം. ദിലീപിന്റെ കംബാക്ക് ആയിട്ട് കരുതുന്നുണ്ടോ? പിന്നെ കംബാക്ക് അല്ലേ ഇത്? എന്നാ കംബാക്ക്? എനിക്കുള്ള എന്നാ വേണ്ടേ? മതി. ഒരു മോഹൻലാൽ ദിലീപ് ഒരു കോംബോ എങ്ങനെയാ കരുതുന്നു? അവർ പണ്ടോട്ട് നല്ല കോമ്പോ, ഇപ്പോഴും നല്ല കോമ്പോ. എനിക്കൊന്നും വേണ്ട ഇത്. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു സിനിമ? നല്ലായിരുന്നു. നല്ല പടമാണ്. ആദ്യം ഒന്നും കൂടി ഇഷ്ടപ്പെട്ട് ദിലീപിൻ്റെ ഇതും പിന്നെ സോനാസാനുള്ള പാട്ടൊക്കെ കേട്ട് അടിപൊളിയായി. പടം എന്തായാലും അടിപൊളിയാണ്. അടിപൊളി. മോഹൻലാൽ തകർത്ത്. പിന്നെ പറഞ്ഞായിരുന്നല്ലോ യോജിക്കൊന്നും നോക്കണ്ടെന്ന് പറഞ്ഞിട്ട് അടിപൊളി പടം. പിന്നെ ഇഷ്ടപ്പെട്ട്. മോഹൻലാൽ ദിലീപും ഇഷ്ടപ്പെടാതിരിക്കത്തില്ലല്ലോ. ആർക്ക് ദിലീപ് ഒരു വിരോധവും ഇല്ല. കോടതി വെറുതെ വിട്ട് പിന്നെ അതാണല്ലോ മെയിൻ. പിന്നെ ബാക്കിയുള്ളവർ പറയുന്നത് നോക്കേണ്ട കാര്യമില്ല. അവരെന്തെങ്കിലും കാണിച്ചോട്ടെ. നമുക്ക് സിനിമ ഇഷ്ടമാണ്, നമ്മൾ സിനിമ കാണുകയും ഉറപ്പായിട്ടും. കഴിഞ്ഞ പടമൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഇച്ചിരി മടുപ്പായിരുന്നു. ഇത് വെച്ച് നോക്കുമ്പോൾ അടിപൊളി ഒരു പടമാണ്. എന്തായാലും ക്രിസ്മസ് ബബ്ബബ്ബ നോക്കി. സിനിമ കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ആ ഒരു തീം കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി. മോഹൻലാലിന്റെ ആ ഒരു ദിലീപിന്റെ കൂട്ടുകെട്ടിനെ പറ്റിയിട്ട് നല്ലായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? 140 തുള്ളാൻ പറ്റുന്നുണ്ട്. അത്രയില്ല. അതെന്താ അങ്ങനെ ഒരു അഭിപ്രായം? എൻജോയ് ചെയ്യാം, അത്ര തന്നെ. ദിലീപിന് ഒരു കംബാക്ക് ആയിട്ട് എഴുതുന്നുണ്ടോ? കംബാക്ക് എന്ന് പറയാൻ ഒരു നല്ല പടം ഒരു ആവറേജ്. പിള്ളേരപ്പുറം പോയി വൈബാക്കാം, അത്ര തന്നെ. ഫസ്റ്റ് ഹാഫ് ദിലീപ് നോക്കി, സെക്കൻഡ് ഹാഫ് മോഹൻലാൽ നോക്കി. എന്തുണ്ണിയത്? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.